ഹലോ ഫ്രണ്ട്സ്, PSC കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്നത്തെ പോലെ തന്നെ മലയാളത്തിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. വരുന്ന LDC അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസ് തുടങ്ങിയ എക്സാമുകൾക്കൊക്കെ തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരുപാട് മലയാളത്തിൻ്റെ ഇംഗ്ലീഷിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് അതുപോലെ തന്നെ SCRT പോയിൻറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇംഗ്ലീഷും മലയാളവും ഒക്കെ ആണെങ്കിൽ മോക്ക് ടെസ്റ്റ് രീതിയിലൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫയർമാൻ്റെയും CPOൻ്റെയൊക്കെ സ്പെഷ്യൽ ടോപ്പിക്കുകളും മോക്ക് ടെസ്റ്റ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഓരോന്നിനും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഓരോ ക്ലാസ്സും കണ്ടുനോക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, തർജ്ജമ ചെയ്യുക. നത്തിങ് ഈസ് വർത്ത് ദാൻ ദിസ് ഡേ. നത്തിങ് ഈസ് വർത്ത് ദാൻ ദിസ് ഡേ എന്നതിനെ തർജ്ജമ ചെയ്യുക. ഓപ്ഷൻ എ, ഇന്നിനേക്കാൾ വിലപ്പെട്ടതായി ഒന്നുമില്ല. ഓപ്ഷൻ ബി, വിലപ്പെട്ട ഒന്നും ഇന്നില്ല. ഓപ്ഷൻ സി, ഈ ദിവസങ്ങളാണ് ഏറ്റവും വിലപ്പെട്ടത്. ഓപ്ഷൻ ഡി, എല്ലാ ദിവസങ്ങളും വിലപ്പെട്ടതാണ്. നത്തിങ് ഈസ് വർത്ത് ദാൻ ദിസ് ഡേ തർജ്ജമ ചെയ്ത് എങ്ങനെ എഴുതുന്നത്? ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. ഇന്നിനേക്കാൾ വിലപ്പെട്ടതായി ഒന്നുമില്ല. നത്തിങ് ഈസ് വർത്ത് ദാൻ ദിസ് ഡേ എന്നത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ ഇന്നിനേക്കാൾ വിലപ്പെട്ടതായി ഒന്നുമില്ല എന്നതാണ് ആൻസർ. ഇന്നിനേക്കാൾ വിലപ്പെട്ടതായി ഒന്നുമില്ല. നത്തിങ് ഈസ് വർത്ത് ദാൻ ദിസ് ഡേ. അടുത്ത ചോദ്യം, ആവശ്യക്കാരന് ഔചിത്യമില്ല എന്ന പഴഞ്ചൊല്ലിൻ്റെ അതേ ആശയമായി വരുന്നത് ഏത്? ആവശ്യക്കാരന് ഔചിത്യമില്ല എന്ന പഴഞ്ചൊല്ലിൻ്റെ അതേ ആശയമായി വരുന്നത്. ഓപ്ഷൻ എ, ഉള്ളവന് എങ്ങനെയും ജീവിക്കാം. ഓപ്ഷൻ ബി, ഉള്ളയിടത്തെ ആവശ്യക്കാരുണ്ടാവൂ. ഓപ്ഷൻ സി, വിശപ്പിന് കറിയും വേണ്ട ഉറക്കത്തിന് പായയും വേണ്ട. ഓപ്ഷൻ ഡി, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ആവശ്യക്കാരന് ഔചിത്യമില്ല എന്ന പഴഞ്ചൊല്ലിൻ്റെ അതേ ആശയം. അപ്പോൾ ഇവിടുത്തെ ആൻസർ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു എന്ന് ഞാൻ കരുതുന്നു. ആൻസർ ഓപ്ഷൻ സി ആണ്. വിശപ്പിന് കറിയും വേണ്ട ഉറക്കത്തിന് പായയും വേണ്ട. വിശപ്പിന് കറിയും വേണ്ട ഉറക്കത്തിന് പായയും വേണ്ട. ആവശ്യക്കാരന് ഔചിത്യമില്ല എന്ന പഴഞ്ചൊല്ലിൻ്റെ അതേ ആശയമാണ് വിശപ്പിന് കറിയും വേണ്ട ഉറക്കത്തിന് പായയും വേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പദമേത്? അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ശരിയായ പദം കണ്ടെത്തണം. അപ്പോൾ പാദസരം അല്ലേ, പാദസരം എന്നതാണ് വാക്ക്. ഇതിലേതാണ് ശരി? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഈ പാദസരം എന്ന വാക്ക് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ്, പാദസരമാണ് കേട്ടോ. പാദസരം, സരം ജസ്റ്റ് സരം എന്ന് മാത്രം മതി. പാദസരം അതാണ് കറക്റ്റായിട്ടുള്ള പദം. അടുത്ത ചോദ്യം, പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ പൂജക ബഹുവചനത്തിൻ്റെ ഉദാഹരണം കണ്ടെത്തുക. ഓപ്ഷൻ എ, നിങ്ങൾ. ഓപ്ഷൻ ബി, ബന്ധുക്കൾ. ഓപ്ഷൻ സി, അമ്മമാർ. ഓപ്ഷൻ ഡി, അവർകൾ. അപ്പോൾ ഇതിലേതാണ് ആൻസർ? പൂജക ബഹുവചനത്തിൻ്റെ ഉദാഹരണം. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഞാൻ പറയാം. ആൻസർ ഓപ്ഷൻ എ, നിങ്ങൾ. അതുപോലെ ഓപ്ഷൻ ഡി, അവർകൾ. ഇത് രണ്ടും പൂജക ബഹുവചനത്തിൻ്റെ ഉദാഹരണമാണ് അല്ലേ. നിങ്ങൾ, അതുപോലെ അവർകൾ, താങ്കൾ തുടങ്ങിയ പദങ്ങളൊക്കെ പൂജക ബഹുവചനത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. പിന്നെ അമ്മമാർ എന്ന് പറയുമ്പം അത് സലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ്. അതുപോലെ ബന്ധുക്കൾ എന്ന് പറയുമ്പം അത് അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ്. അതുകൂടി ഓർത്തിരിക്കുക. അടുത്തത്, മഞ്ഞ് എന്നതിൻ്റെ പര്യായപദങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ മഞ്ഞ് എന്നതിൻ്റെ പര്യായപദങ്ങളിൽ ഉൾപ്പെടാത്തത്. ഓപ്ഷൻ എ, പ്രാലേയം. ഓപ്ഷൻ ബി, നീഹാരം. ഓപ്ഷൻ സി, അദ്രി. ഓപ്ഷൻ ഡി, തുഷാരം. മഞ്ഞ് എന്നതിൻ്റെ പര്യായപദങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്?
ഓപ്ഷൻ സി ആണല്ലേ, ഓപ്ഷൻ സി ആണ് ആൻസർ. അദ്രി എന്നതിൻ്റെ അർത്ഥം പർവ്വതമാണ്, പർവ്വതം. പർവ്വതമാണ് കേട്ടോ, പർവ്വതം. ഇപ്പോൾ മഞ്ഞ് എന്നതിൻ്റെ പര്യാപദങ്ങളാണ് ബാക്കി മൂന്നും. പ്രാലേയം, അതുപോലെ നീഹാരം, തുഷാരം. ഇത് മൂന്നും മഞ്ഞിൻ്റെ പര്യാപദങ്ങളാണ്. ഇവിടെ മഞ്ഞിൻ്റെ പര്യാപദങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ആൻസർ, അദ്രി. അദ്രി എന്നതിൻ്റെ അർത്ഥം പർവ്വതം എന്നാണ്, പർവ്വതം. ഇതൊക്കെ എഴുതിയെടുത്തോളണം കേട്ടോ. അടുത്ത ചോദ്യം, ഏക പ്ലസ് ഏകം ചേർത്തെഴുതിയാൽ എങ്ങനെ വരും? ഏക പ്ലസ് ഏകം ചേർത്തെഴുതുമ്പോൾ ഓപ്ഷൻ എ ഏകഏകം, ഓപ്ഷൻ ബി അനേകം, ഓപ്ഷൻ സി ഏകൈകം, ഓപ്ഷൻ ഡി ഏകേകം. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഏകൈകം. ആ പ്ലസ് എ ചേരുമ്പോൾ ഐ എന്ന് വരും അല്ലേ. ഏക പ്ലസ് ഏകം, ആ പ്ലസ് എ ചേരുമ്പോൾ ഐ എന്ന് വരും. അതാണ് ഏക പ്ലസ് ഏകം ചേർത്ത് എഴുതിയപ്പോൾ ഏകൈകം എന്ന് വന്നത്. ഓക്കെ, ഇതും ഇമ്പോർട്ടൻ്റ് വാക്കാണ്, ഏക പ്ലസ് ഏകം, ഏകൈകം. ഇതിനു മുമ്പ് ഒരുപാട് തവണ എക്സാമുകളിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അടുത്തത്, ശരിയായ വാക്യം ഏതെന്ന് കണ്ടെത്തണം. ഓപ്ഷൻ എ, രാമനാഥന് അയാളുടെ ചെറുപ്പത്തിൽ തന്നെ സ്വന്തം വലതുകൈ നഷ്ടമായി. ഓപ്ഷൻ ബി, രാമനാഥന് തൻ്റെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ സ്വന്തം വലതുകൈ നഷ്ടമായി. ഓപ്ഷൻ സി, രാമനാഥന് അയാളുടെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ വലതുകൈ നഷ്ടമായി. ഓപ്ഷൻ ഡി, രാമനാഥന് ചെറുപ്പത്തിൽ തന്നെ വലതുകൈ നഷ്ടമായി. ഇതിലേതാണ് ശരി? നമുക്ക് ഓരോന്നെടുത്ത് നോക്കാം. ഓപ്ഷൻ എ നോക്കിയേ, രാമനാഥന് അയാളുടെ ചെറുപ്പത്തിൽ തന്നെ സ്വന്തം വലതുകൈ നഷ്ടമായി. അവിടെ സ്വന്തം വലതുകൈ എന്ന് വേണോ? അതിൻ്റെ ആവശ്യമില്ല അല്ലേ. രാമനാഥന് അയാളുടെ ചെറുപ്പത്തിൽ തന്നെ സ്വന്തം വലതുകൈ നഷ്ടമായി. അവ സ്വന്തം വലതുകൈൻ്റെ ആവശ്യം ഇല്ല. ഇനി ഓപ്ഷൻ ബി നോക്കിയേ, രാമനാഥന് തൻ്റെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ സ്വന്തം വലതുകൈ നഷ്ടമായി. അത് ശരിയാണോ? അല്ല, തൻ്റെ സ്വന്തം വലതുകൈ എന്ന് വേണ്ട. അതുപോലെ രാമനാഥന് തൻ്റെ ചെറുപ്പത്തിൽ തന്നെ, അതിൻ്റെയും ആവശ്യമില്ല. അപ്പോൾ ഓപ്ഷൻ സി നോക്കിയെടുത്ത്, രാമനാഥന് അയാളുടെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ വലതുകൈ, വീണ്ടും അത് തന്നെ ആവർത്തിക്കുകയാണ് അല്ലേ. അതും തെറ്റാണ്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരി. രാമനാഥന് ചെറുപ്പത്തിൽ തന്നെ വലതുകൈ നഷ്ടമായി, അത്രയും മതി കേട്ടോ. അപ്പോൾ ബാക്കി ഓപ്ഷൻ കൂടെ കമ്പയർ ചെയ്ത് നോക്കിക്കോണം. രാമനാഥന് ചെറുപ്പത്തിൽ തന്നെ വലതുകൈ നഷ്ടമായി, അത്രയും മതി. അല്ലാതെ രാമനാഥന് തൻ്റെ ചെറുപ്പത്തിൽ തൻ്റെ സ്വന്തം വലതുകൈ അങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല, അത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ, രാമനാഥന് ചെറുപ്പത്തിൽ തന്നെ വലതുകൈ നഷ്ടമായി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. 71, ദിവസം തോറും എന്നർത്ഥം വരുന്ന പദം ഏത്? ദിവസം തോറും എന്നർത്ഥം വരുന്ന പദം. ഓപ്ഷൻ എ അന്വഹം, ഓപ്ഷൻ ബി അനിരുക്തം, ഓപ്ഷൻ സി അഹോരാത്രം, ഓപ്ഷൻ ഡി ഖിലം. ദിവസം തോറും എന്നർത്ഥം വരുന്ന പദം, ഒറ്റപ്പദം. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ അന്വഹമാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ, അന്വഹം. അന്വഹം എന്നതിൻ്റെ അർത്ഥമാണ് ദിവസം തോറും. അപ്പോൾ ബാക്കി 4 ഓപ്ഷനും നമുക്കൊന്ന് നോക്കാം. ഓപ്ഷൻ ബി അനിരുക്തം. അനിരുക്തം എന്ന് വെച്ചാൽ എന്താണ്? നിർവചിക്കാൻ കഴിയാത്തത്. നിർവചിക്കാൻ കഴിയാത്തത് എന്നതിൻ്റെ ഒറ്റപ്പദമാണ് അനിരുക്തം, നിർവചിക്കാൻ കഴിയാത്തത്. അതുപോലെ ഓപ്ഷൻ സി അഹോരാത്രം. അഹോരാത്രം എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ്? പകലും രാത്രിയും കേട്ടോ. നമ്മൾ പറയത്തില്ലേ അഹോരാത്രം എടുക്കുന്നു എന്നൊക്കെ പറയത്തില്ലേ. അപ്പം പകലും രാത്രിയും എന്നതിൻ്റെ ഒറ്റപ്പദമാണ് അഹോരാത്രം. അതൊരു ഓപ്ഷൻ ഡി ഖിലം, ഫലപുഷ്ടി ഇല്ലാത്തത്. ഫലപുഷ്ടി ഇല്ലാത്തത് എന്നതിൻ്റെ ഒറ്റപ്പദമാണ് ഖിലം. അപ്പോൾ ഈ 4 ഒറ്റപ്പദങ്ങളും പഠിച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ഇത് ആവർത്തിച്ച് എക്സാമുകളിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി പറയാം. അന്വഹം ദിവസം തോറും, അനിരുക്തം നിർവചിക്കാൻ കഴിയാത്തത്, അഹോരാത്രം പകലും രാത്രിയും, ഖിലം ഫലപുഷ്ടി ഇല്ലാത്തത്. ഓക്കെ,
അപ്പോൾ ഇത് 4 എഴുതിയെടുത്ത് തന്നെ പഠിച്ചോളണം. നമ്മൾ ഓരോ ക്ലാസ്സിലും ഒറ്റപ്പദങ്ങൾ പഠിക്കുന്ന ടൈമിൽ ആ 4 ഓപ്ഷൻസും എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാറുണ്ട്. അതൊക്കെ കളക്ട് ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് മലയാളത്തിൻ്റെ ഇംഗ്ലീഷിൻ്റെയൊക്കെ മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതുപോലെ മോക്ക് ടെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. എക്സ്പ്ലനേഷനോട് കൂടിയൊക്കെയാണ് നമ്മൾ ക്ലാസ് ചെയ്യുന്നത്. ഇപ്പോൾ വീഡിയോ ഒക്കെ കണ്ടു നോക്കുക. പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.